നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഊർജ്ജ ഉൽപാദനത്തിലൂടെ പുറന്തള്ളുന്ന കാർബണിന്റെ അളവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അംഗനവാടികൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ലോഗോ പ്രകാശനം നവകേരളം കർമ്മ പദ്ധതി എറണാകുളം ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി നിർവഹിച്ചു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഊർജ്ജ ഉൽപാദനത്തിലൂടെ പുറന്തള്ളുന്ന കാർബണിന്റെ അളവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അംഗനവാടികൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇതോടനുബന്ധിച്ച് അംഗനവാടികളിൽ സാധാരണ അടുപ്പുകൾക്ക് പകരം ഇനി ഇൻഡക്ഷൻ കുക്കറാകും ഉപയോഗിക്കുക. അംഗൻ ജ്യോതി എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി വഴി നൽകുന്ന ഇൻഡക്ഷൻ കുക്കറുകളുടെ വിതരണോദ്ഘാടനം കുസാറ്റ് അഡ്വാൻസ് സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ച് ഡയറക്ടർ എസ് അഭിലാഷ് നിർവഹിച്ചു. അംഗൻ ജ്യോതി എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ ഗ്രാമപഞ്ചായത്ത് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അംഗൻവാടികളെ കൂടുതലും കാർബൺ ന്യൂട്രൽ അല്ലെങ്കിൽ നെറ്റ് സീറോ ആക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മുടെ പഞ്ചായത്തിലും മറ്റും ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടക്കുന്നത് വൈദ്യുതി ഉപയോഗത്തിലൂടെയുള്ള നെറ്റ് എമിഷനാണ് എനർജി സെക്ടറിൽ നടക്കുന്നത്. അതിനൊരു തുടക്കം എന്ന നിലയിൽ ഈ എനർജി സെക്ടറിലുള്ള എമിഷൻ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി എക്വിപ്മെൻറ്റ് കൊടുത്തുകൊണ്ട് രായമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗൻവാടികളെ ഈ നെറ്റ് സീറോ എമിഷന്റെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ കാണിക്കുന്ന ഈ എല്ലാവിധ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാണിത്. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ 31 അംഗനവാടികൾക്കും ഇൻഡക്ഷൻ കുക്കറുകളുടെ വിതരണം നടത്തി. നെറ്റ് സീറോ കാർബൺ ലോഗോ നിർമ്മലം രായമംഗലം പ്രകാശനം നവകേരളം കർമ്മ പദ്ധതി എറണാകുളം ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ, വാർഡ് മെമ്പർമാരായ ജോയ് പൂണേലിൽ, സജി പടയാട്ടിൽ, ഉഷാദേവി, ജയകൃഷ്ണൻ, മിനി ജോയ്, ടിൻസി ബാബു, ബിജി പ്രകാശ്, ലിജു അനസ്, CDS ചെയർപേഴ്സൺ ഗിരിജ സുബ്രഹ്മണ്യൻ, കൃഷി ഓഫീസർ അമീറ ബീഗം, ICDS സൂപ്പർവൈസർ സിൽവി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ S മോഹനൻ, പഞ്ചായത്ത് സെക്രട്ടറി B സുധീർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗൻവാടി പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പലതരത്തിലുള്ള വാദങ്ങളുടെ എല്ലാം അളവ് ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ശില്പശാലയായിരുന്നു അവിടെ നടന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് നിരവധി മാതൃകകൾ അവിടെ നിന്ന് പ്രദർശിപ്പിക്കുകയും അവതരിപ്പിക്കുകയില്ലാണ്ടായി വിവിധ പഞ്ചായത്തുകളുടെയും എല്ലാമായിട്ട്. അതിൽ തന്നെ ഏറ്റവും നമുക്ക് മാതൃകാപരമായി തോന്നിയ ഒന്നാണ് കാസർഗോഡുള്ളതാണ് ഒരു പഞ്ചായത്ത്. അവർ ചെയ്യുന്നത് ആ പ്രദേശത്തെ അന്യം നിന്ന് പോകുന്ന ഏതാണ്ട് നാടൻ മാവിനങ്ങൾ മുഴുവൻ 1 ലക്ഷം മാങ്ങേണ്ടി ശേഖരിച്ചിട്ട് അവർ അത്രയും വിത്തുകൾ തയ്യാറാക്കിയത് നാട്ടിൽ വിതരണം ചെയ്യേണ്ടത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.